കുട്ടികളൊക്കെ ഈ ഒരു അഗ്രഷനൊക്കെ കാണിക്കുന്നത് ഇതെല്ലാം ജനിതകപരമാണോ? എല്ലാം അങ്ങനെ ജനിതകപരമല്ല. ബിക്കോസ് നമ്മൾ ഈ ഒരു ബിഹേവിയർ കൺസേൺസ് പറയുമ്പോൾ തന്നെ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, ഒന്ന് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയും. അതായത് കുട്ടിയുടെ അറ്റ്മോസ്ഫിയർ, കുട്ടിക്ക് കിട്ടുന്ന സ്റ്റിമുലേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പേരൻസ് എല്ലാവരും കൂടുതലും ബേബി സിറ്റേഴ്സായിട്ട് വെക്കുന്നത് മൊബൈലാണ്. ഈ മൊബൈലിൽ കാണുന്നത് ഓവർ സ്റ്റിമുലേഷനാണ് കുട്ടികളുടെ ബ്രെയിനിന് കൊടുക്കുന്നത്. അതായത് മൊബൈലിലെ സ്ക്രീൻ ആണെങ്കിലും വളരെ പെട്ടെന്ന് മാറി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ അല്ലെങ്കിൽ ശ്രദ്ധയുടെ ദൈർഘ്യം വളരെ കുറവാണ്. ഇങ്ങനെ ശ്രദ്ധയുടെ ദൈർഘ്യം കുറയുന്ന കുട്ടികളിൽ മെയിനായിട്ട് സ്കൂളിൽ വരുമ്പോഴാണ് പ്രശ്നം കാണിക്കുന്നത്. വെച്ചാൽ ടീച്ചേഴ്സിന് അത്ര പെട്ടെന്ന് മാറാനൊന്നും പറ്റില്ല. അത് ഒരു നോർമൽ നാച്ചുറൽ എൻവയൺമെൻറ്റിലാണ് അവർ പഠിപ്പിക്കുന്നത്. ഈ കൂടുതൽ മൊബൈൽ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾ വരുമ്പോൾ ഇവർക്ക് ടീച്ചേഴ്സ് പറയുന്നത് ശ്രദ്ധിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ശ്രദ്ധിക്കാൻ സാധിക്കാതെ ഇരിക്കുമ്പം കുട്ടികൾ വളരെ റെസ്റ്റ്ലെസ് ആവും. അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല.